ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ ഇടപെടാൻ പോലീസ്. പരാതിക്കാരിയുമായി പോലീസ് ഉടൻ സംസാരിക്കും. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിന്നാൽ തുടർ നടപടി സ്വീകരിക്കും. സർക്കാർ ഇടപെടൽ രഞ്ജിത്തിന്റെ രാജിയിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. രഞ്ജിത്തിന്റെ രാജിക്കായി പ്രതിപക്ഷത്തിന്റെ മുറവിളിയുണ്ട്. ഇടതുപക്ഷത്ത് നിന്ന് രാജി ആവശ്യം ശക്തമാണ്. അതിനിടയിൽ പരാതിക്കാരിക്ക് പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന വിവരം പ്രധാനമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ പ്രതിക്കൂട്ടിലാണ്. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദന കൂടിയായിരിക്കുകയാണ് ഈ വിഷയം. സർക്കാർ തന്നെ ഈ വിഷയത്തിൽ രാജി വേണം എന്നുള്ളൊരു നിലപാട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടി പല മന്ത്രിമാർക്കും ക്യാബിനറ്റിലെ ഉണ്ട്. ആ സാഹചര്യത്തിൽ കൂടി ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരള പോലീസിനോട് ഇപ്പോൾ സർക്കാർ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തരത്തിൽ അത് സർക്കാർ തന്നെ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശ്രീലേഖ മിത്രയോട് കേരള പോലീസ് വിവരങ്ങൾ തേടും. ആ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഒരു പ്രാഥമിക നടപടി എന്ന് നമുക്കിതിനെ വിലയിരുത്താം. കാരണം കേരള പോലീസ് ഈ നടിയോട്, ശ്രീലേഖ മിത്രയോട് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. കാരണം ക്കുള്ളിൽ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് അത് ശരിയാകില്ല എന്നുള്ളൊരു തീരുമാനം, ഒരു വിലയിരുത്തൽ, അഭിപ്രായം അത് മുന്നണിയിലെ വലിയൊരു ഭൂരിപക്ഷത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് അതുമായി മുന്നോട്ട് പോവുക വലിയ തലവേദനയാകും. ഈ സാഹചര്യത്തിൽ പരാതിക്കാരിക്ക് പരാതി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഔദ്യോഗികമായി നിയമ നടപടികളിലേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുകയാണ് കേരള പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരള പോലീസ് ശ്രീലേഖ മിത്രയുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കും. മാത്രവുമല്ല, പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസ് പോലീസ് നൽകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ഇത് CPIM തന്നെ തീരുമാനിച്ച വിവരമാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇനിയും രഞ്ജിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും അതേപോലെ തന്നെ പരാതിക്കാരി നിയമപരമായ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്താൽ അത് സർക്കാരിനുണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ ഭംഗം അത് ചെറുതല്ല. അത് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. വിജയകുമാർ. ഷഫീദ്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ എപ്പോഴും ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറയുന്നത് പരാതി വേണമല്ലോ, പരാതിയുമായി സർക്കാരിന് മുന്നിലേക്ക് ആരെത്തിയാലും അതിൽ നടപടി ഉണ്ടാകും. ഇപ്പോഴിതാ ഒരു തുറന്നു പറച്ചിൽ, ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിമർശനം ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ പരാതി ഇല്ല, പരാതി ഉണ്ടോ എന്ന് സർക്കാരിൻ്റെ പക്കൽ വന്നിട്ടില്ല. പക്ഷെ പരാതി ഉണ്ടോ എന്ന് അത് വെളിപ്പെടുത്തിയ നടിയോട് ചോദിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സാർവത്രികമായി നടപ്പാക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇനിയുള്ള ഈ തുറന്നു പറച്ചിലുകളിൽ, വെളിപ്പെടുത്തലുകളിലാകെ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ഒരു മാനദണ്ഡം, അത് പറയുന്നവർക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരോടൊപ്പം നിൽക്കുക, കേസെടുക്കുക, പോലീസ് ഇടപെടൽ ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക. അതൊരു സാർവത്രികമായി നടപ്പാക്കാൻ പോകുന്നു എന്നുകൂടി വേണമോ നമ്മൾ കരുതാൻ? വിജയകുമാർ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ വരട്ടെ, അല്ലെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ ആ പരാതിക്കാർ പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രം കേസെടുക്കുക, നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും സർക്കാർ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ 24 നമ്മൾ നൽകുമ്പോൾ പോലും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനൊരു ആലോചനയില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സർക്കാർ ആകെ പ്രതിക്കൂട്ടിലാണ്. സർക്കാർ സംവിധാനത്തിൽപ്പെട്ട അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ആരോപണ വിധേയനായി മാറുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനിയുള്ള മുന്നോട്ട് പോക്ക് അത് വലിയ തരത്തിലുള്ള തടസ്സമാകും. പ്രത്യേകിച്ച് രഞ്ജിത്തിനെതിരെ മുന്നണിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോഴുള്ളത്. അതിലേറ്റവും പ്രധാനം, ഇന്ന് സിനിമാ മന്ത്രിയായ സജി ചെറിയാൻ തന്നെ പറയുന്നു രാവിലെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട്. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നിലപാട് മാറ്റി ഫേസ്ബുക്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആശയക്കുഴപ്പം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മുന്നണിക്കുള്ളിൽ ഉള്ളിൽ നിന്ന് ഉയരുന്ന സമ്മർദ്ദം ഇതടക്കമുള്ള പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇനി സർക്കാരിനെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന തലവേദന അത് ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ടാകും. അത് മുഖ്യമന്ത്രിയായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യുക. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പരാതിക്കാരിയെ സമീപിക്കുക,
പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ പോലീസ് അതിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.